ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. അനധികൃത വൈദ്യുതി വേലികൾ കാരണം ജില്ലയിൽ മരണം വർദ്ധിക്കുന്നതായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്ററിന്റെ കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ 91 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ 16 എണ്ണവും മലപ്പുറം ജില്ലയിലാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് പകുതിയിലേറെ മരണങ്ങളും സംഭവിച്ചത്. വന്യജീവികളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനെന്ന പേരിൽ സ്ഥാപിക്കുന്ന അനധികൃത വൈദ്യുതി വേലികളാണ് ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം. കെഎസ്ഇബിയുടെ വൈദ്യുതി ലൈനിൽ നിന്നോ വീടുകളിലെ കണക്ഷനുകളിൽ നിന്നോ നേരിട്ട് വൈദ്യുതി കടത്തിവിട്ടാണ് ഇത്തരം വേലികൾ സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ വഴിക്കടയിൽ മീൻ പിടിക്കാൻ പോയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതാണ് ഈ ഗണത്തിലെ ഏറ്റവും ഒടുവിലത്തെ അപകടം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി വേലി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിലാണ്. തൊട്ടുപിന്നിൽ മലപ്പുറം ജില്ലയാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വൈദ്യുതി വേലി സ്ഥാപിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്ററിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. ഇമ്പൾസ് ജനറേറ്റർ ഉള്ളതും ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ മാത്രമേ ഉപയോഗിക്കാവൂ. 1 സെക്കൻഡിൽ ഒന്നിലധികം ഇലക്ട്രിക് ഇമ്പൾസുകൾ നൽകാൻ പാടില്ല. കൂടാതെ പരമാവധി 15 വോൾട്സ് വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും നിയമമുണ്ട്. വൈദ്യുതി വേലിയുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന മൃഗങ്ങൾക്ക് മാരകമല്ലാത്ത ഷോക്ക് നൽകി അവയെ അകറ്റുക എന്നതാണ് ഇത്തരം വേലികളുടെ ലക്ഷ്യം. എന്നാൽ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഉയർന്ന വോൾട്ടേജ് കടത്തിവിട്ടുള്ള വേലികളാണ് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. മുള്ളുകമ്പികൾ ഉപയോഗിക്കാനോ മൃഗങ്ങൾ കുടുങ്ങുന്ന തരത്തിലുള്ള വേലികൾ നിർമ്മിക്കാനോ പാടില്ല. പൊതുജനങ്ങൾ കടന്നു ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഓരോ 50 മീറ്റർ അകലത്തിലും അപകട ചിഹ്നങ്ങൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ. ഓഗസ്റ്റ് 23 കോഴിക്കോട്, ഇനി വണ്ടൂരിൽ. കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ഒറിജിനൽ റോസ് കൈമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ്, ചിക്കൻ, മട്ടൻ ബിരിയാണികൾ. ഇനി എല്ലാം വേറിട്ട രുചിയിൽ. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ.